അതേ പ്രിയപ്പെട്ട ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു നിയമം, തൻ്റെ പുത്രനെ നമ്മൾ സ്നേഹിക്കണം, ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം, പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടെ നമ്മൾ അവനെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ്? ദൈവത്തിന് അത് നമ്മളോട് പറയുവാനുള്ള അധികാരമുണ്ട്. കാരണം ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടല്ലയോ തൻ്റെ പുത്രനെ തന്നെ. അതായത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുള്ളൊരു തെളിവ് എന്താണ്? നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ആ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിരിക്കുക ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കുവിൻ, ദൈവം നമ്മളെ സ്നേഹിച്ചത് തൻ്റെ പുത്രനെ തന്നുകൊണ്ടാണ്, സകലതും തന്നുകൊണ്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിച്ച് അവനെ സ്നേഹിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അറിയാത്ത കാലത്തെ ദൈവം ആലസ്യമാക്കുന്നു. പ്രിയപ്പെട്ടവരെ അറിഞ്ഞിട്ടും അവനെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോലെ അരിഷ്ടന്മാരാരുണ്ട്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചത്തുപോകുമോ? അല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെന്താണ് മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേക്കുകയും ഈ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് രാജാവായിരിക്കുന്ന യേശുക്രിസ്തുവിന് മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കുകയും ചെയ്യുന്ന നാളിൽ അവന്റെ രക്തത്തിലുള്ള പാപമോചനം നിങ്ങൾ നേടാതെയാണ് മരിക്കുന്നതെങ്കിൽ, പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ന്യായവിധി ഭയാനകമാണ്. തന്റെ ഏകജാതനവനെ തന്നെ നമുക്ക് നൽകി തന്നിട്ടും ഇനി ന്യായവിധി എന്നുള്ളതോ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ യേശുക്രിസ്തുവിനേക്കാൾ ഉപരി മറ്റുള്ളതിനെ സ്നേഹിച്ചതാണ്.